ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, സങ്കടമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വൈസ് ബ്രേക്ക്, അങ്ങനെയുള്ള പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ എല്ലാം നമുക്ക് മറന്നുകൊണ്ട് ഹീൽ ചെയ്തുകൊണ്ട് പർച്ച് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ പ്രസൻറ്റ് ലൈഫിൽ എങ്ങനെയാണ് നമുക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്ത് വളരെ കംഫർട്ടബിളായിട്ട്, വളരെ ഹാപ്പി ആയിട്ട്, വളരെ പോസിറ്റീവായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ മെയിൽ ഐ ഡിയിലൂടെയൊക്കെ സംശയങ്ങൾ ചോദിക്കുകയും എന്നാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുകയും അത് അവർക്ക് നല്ല രീതിയിൽ പ്രയോജനമാകുന്നു എന്നൊക്കെ അറിയുന്നതിന് ഈശ്വരനോട് ഞാൻ കൂടുതൽ നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നു. അപ്പോൾ ഫുൾ മെഡിറ്റേഷൻ ചെയ്ത് ചക്രാസ് എല്ലാം ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടുള്ള ആ മെഡിറ്റേഷൻ്റെ വീഡിയോ ഇടുകയും കൂടുതൽ ആൾക്കാർ ആ രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് വന്ന ഒരു പ്രശ്നമെന്ന് വയ്ക്കുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോഴത്തേക്കും പഴയ കടന്നുപോയ കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് കയറി വരുന്നു. ഒരു ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ വൈകാരികമായി ഇമോഷണൽ ആകുമ്പോൾ പറ്റിപ്പോയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ബിട്രയൽ സിറ്റുവേഷൻ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആവുക, ജീവിതത്തിലെ നഷ്ടം എന്ന് പറഞ്ഞ് സംഭവിച്ചു പോയ പഴയ കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് കടന്നു വരുന്നത് കാരണം കരയണോ സങ്കടപ്പെടണോ ഒന്നിനും ഒരു സ്വസ്ഥതയില്ലാതെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കൂടുതൽ ആൾക്കാരും ഒരു 100% എടുത്തു കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാരും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എന്നിലുള്ള പ്രശ്നങ്ങളെ, അത് എൻ്റെ നേട്ടങ്ങൾ ഒന്നും മനസ്സിൽ ഓർക്കില്ല. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് സൗന്ദര്യമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഇട്ടു, അപ്പോൾ അതിൻ്റെ 2-3 ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ എന്ത് ഭംഗിയായിരുന്നു എന്നെ കാണാൻ, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പടം വരയ്ക്കും, അങ്ങനെ എനിക്ക് ഒരുപാട് മത്സരങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. അങ്ങനത്തെ നമ്മുടെ നേട്ടങ്ങളൊന്നും നമ്മൾ ഓർക്കാറില്ല. പക്ഷേ നമ്മളുടെ സങ്കടങ്ങളെയെല്ലാം, എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ അങ്ങനെ ആയിപ്പോയല്ലോ, എനിക്ക് ദേഷ്യം വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുന്നില്ലല്ലോ, നല്ലൊരു ബന്ധം എനിക്ക് കിട്ടിയില്ലല്ലോ, ഞാൻ ആഗ്രഹിച്ചൊരു ബന്ധം ഞാൻ പോലും അറിയാതെ ബ്രേക്കപ്പ് ആയി പോയല്ലോ, അങ്ങനെയൊക്കെയുള്ള നമ്മളുടെ ഇല്ലാത്ത കാര്യങ്ങളെ നമ്മൾ കൂടുതൽ ഓർത്ത് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരികയും ആ ഒരു ലെവലിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ പുറത്തുള്ള ആൾക്കാരുമായിട്ട് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് നടന്നു വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, അത് തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത്. മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ കോട്ട്സ് കൊടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആത്മീകമായിട്ട് ഒക്കെ സംസാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രചോദിപ്പിച്ച് കൊണ്ടുവരുന്ന ആളുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവരെല്ലാം എപ്പോഴും പോസിറ്റീവാണ്. എന്ത് വന്നാലും പോസിറ്റീവാണ് എന്ന് വെച്ച് അവരുടെ ജീവിതത്തിൽ അവർക്ക് നെഗറ്റീവായിട്ടുള്ള സാധ്യതകൾ, സാഹചര്യങ്ങൾ, വാർത്തകൾ, സംഭവങ്ങളൊന്നും നടക്കാതെ ഇരിക്കുന്നില്ല. ഈശ്വരൻ അവർക്ക് മാത്രം എപ്പോഴും വളരെ ഹാപ്പി ലൈഫ് കൊടുത്തിരിക്കുകയൊന്നുമല്ല. അവരുടെ മുന്നിലൊരു പ്രശ്നം വരുമ്പോൾ അവർക്ക് ഈശ്വരനെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്, ആ ശക്തിയെ വിശ്വസിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരെപ്പോഴും വളരെ പോസിറ്റീവായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? അവരും മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ അവരുടെ ആ ഒരു പെർസ്പെക്റ്റീവ്നെസ് മാറ്റിക്കൊണ്ട് അവരിത്രയും ആവാൻ വേണ്ടിയിട്ട് അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് മാറ്റിയത്? നമ്മൾ കേട്ടിട്ടുണ്ട്, ഉറങ്ങുന്നവരെ തട്ടി വിളിക്കുക. പക്ഷേ ഉറക്കം നടിക്കുന്നവരെ നമുക്ക് തട്ടി വിളിച്ചുണർത്താൻ കഴിയില്ല. അപ്പോൾ നമ്മളെ മാറ്റണമെങ്കിൽ നമ്മൾ തന്നെയാണ് വിചാരിക്കേണ്ടത്. നമ്മളുടെ ആ ചിന്താഗതിക്ക് ഒരു അല്പം മാറ്റം വരുത്തിയാൽ മതി. ബാക്കി അതിൻ്റെ കാര്യങ്ങൾ ഈശ്വരൻ കൊണ്ടുപോയിക്കോളും. നമ്മൾ ഒരു ചുവട് മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ഈശ്വരൻ്റെ ഭാഗത്തുനിന്ന് 10,000 കണക്കിന് ചുവടുകൾ നമ്മളെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി
ആ ഒരു സൗന്ദര്യം ഒക്കെ ഭഗവാൻ അവിടുന്ന് തരും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കടന്നുപോയ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. ഒരു ചൊല്ലുണ്ട്, ഒരു പഴഞ്ചൊല്ലുണ്ട്, പിരിഞ്ഞു പോയ പാലിൻ്റെ മുമ്പിലിരുന്ന് കരയാൻ പാടില്ല. ഡോണ്ട് ക്രൈ ഓവർ ദ സ്പിൽഡ് മിൽക്ക്. അത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ഒന്നും അതിൽ ചെയ്തിട്ട് കാര്യമില്ല. പുതിയ പാല് വെച്ച് എന്തെങ്കിലും ചെയ്യാനേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഓർത്തിട്ടോ സങ്കടപ്പെട്ടിട്ടോ അതിനെ ഇനി ഒന്നുകൂടെ കൊണ്ടുവരാമെന്ന് വെച്ചിട്ടോ ഒന്നും ഒരു പ്രയോജനവുമില്ലാത്ത കാര്യമാണ്. അപ്പം നമുക്ക് ആ പ്രശ്നങ്ങളെ എല്ലാം, എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, അതിനെയെല്ലാം ഹീല് ചെയ്തുകൊണ്ട്, പർജ് ചെയ്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈശ്വരനോട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തുറന്ന് പറയുക. ഒന്നുകിൽ നിങ്ങൾ ഒരു ക്യാൻഡിൽ, ഒരു വിളക്ക് കത്തിച്ച് മുന്നിൽ വെച്ചിട്ട് ആ വിളക്കിനെ നോക്കിക്കൊണ്ട് ഈ പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തിയും അവിടെ ഉണ്ടെന്നും ആ ശക്തിയെ നോക്കിക്കൊണ്ട് എൻ്റെ കഴിഞ്ഞു പോയ കാലത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഓരോരുത്തർക്ക് വ്യത്യസ്തമാണെന്നേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ഇൻറ്റൻസിറ്റിയൊക്കെ ഏകദേശം ഒരേപോലെയായിരിക്കും. അപ്പോൾ ഞാൻ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, ഒരു എക്സാമ്പിൾ പറയുകയാണ്. റിലേഷൻഷിപ്പിലായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലൊക്കെ കണക്ക് കൂട്ടി, പക്ഷേ അങ്ങനെയൊന്നും ആയില്ല. അപ്രതീക്ഷിതമായത് ബ്രേക്ക് ഡൗൺ ആയി, അല്ലെങ്കിൽ ബ്രേക്കപ്പായി പോയി. പക്ഷേ എനിക്കത് തിരിച്ചിങ്ങനെ കൊണ്ടുവരാനായിട്ട്, ആ മെമ്മറീസിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിച്ചു, അക്കാഡമിക്സ് എല്ലാം വളരെ ഹൈ ആണ്, നല്ല മാർക്കൊക്കെ കിട്ടി. പക്ഷേ ഞാൻ അത്രയും വിചാരിച്ചതുപോലെ എനിക്കൊരു ജോലി കിട്ടിയില്ല. എൻ്റെ കൂടെയുള്ള എല്ലാവരും നല്ല രീതിയിൽ അങ്ങ് ഇന്ത്യക്ക് പുറത്താണെങ്കിലും നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അത്രയും പറ്റിയില്ല, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും സുഖമില്ല, അപ്രതീക്ഷിതമായിട്ട് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ടും സാമ്പത്തികമായിട്ട് അത്രയും അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു മാർഗവുമില്ല. എന്നിട്ടും ആ അസുഖത്തിന് യാതൊരു കുറവും വരുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് ആ ചൈതന്യത്തിൻ്റെ മുന്നിൽ തുറന്ന് പറയുക. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വിങ്ങിക്കിടക്കുന്ന അതെല്ലാം ആ ഒരു ശക്തിയിലേക്ക് അങ്ങ് നമ്മൾ ആത്മസമർപ്പണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു പെട്ടിയിൽ ഒരുപാട് തുണികളെല്ലാം വെച്ചിട്ട് അതിനകത്ത് ഒട്ടും സ്ഥലമില്ലാതെ പിന്നെയും അതിനകത്തേക്ക് തുണി കൊണ്ടുവച്ചാൽ അതിനവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പം ഇരിക്കുന്ന ആ തുണികൾ കുറേ മാറ്റിയാൽ മാത്രമേ അവിടെ സ്പേസ് ഉണ്ടാവുകയുള്ളൂ. എന്ന് പറയുന്നതിനൊക്കെ നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ഈ പ്രയാസങ്ങളെല്ലാം നമ്മൾ ആ ഒരു വിളക്കിലേക്ക് ഈശ്വരനാണെന്ന് സങ്കല്പിച്ച് നമ്മൾ പറയുക. അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നിങ്ങളുടെ ഈ സങ്കടങ്ങളെയെല്ലാം എഴുതുക. എവിടെയെങ്കിലും ഒഴിഞ്ഞു മാറിയിരുന്ന ആരുടെയും ശല്യമൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പേപ്പർ എടുത്ത് വെച്ച് നിങ്ങളുടെ സങ്കടങ്ങൾ, കഴിഞ്ഞു പോയ കാലങ്ങളിൽ നമ്മളെ ഒറ്റപ്പെടുത്തിയവർ, നമ്മളെ ചൂഷണം ചെയ്തവർ, അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ടതൊന്നും നേടിത്തരാതെ അതിൻ്റെ ഇടയ്ക്ക് പാരവണിഞ്ഞ് അത് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സംഭവം എന്തുമായിക്കോട്ടെ, അതെല്ലാം ഒരു വെള്ള പേപ്പറിൽ എഴുതി ഈശ്വരന് ആത്മസമർപ്പണം ചെയ്യുന്നത് പോലെ നിങ്ങൾ കത്തിച്ച് കളയുക. ഇതിലും പ്രധാനപ്പെട്ട ഒരു രീതിയുണ്ട് നമുക്ക് ഹീല് ചെയ്യാനും പർജ് ചെയ്യാനായിട്ട്. അത് വളരെ രസകരമാണ്, പക്ഷേ വളരെ എഫക്റ്റീവുമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ക്ഷമിക്കുക, ഫൊർഗീവ് ചെയ്യുക. എന്നോട് ആരെല്ലാം എന്തെല്ലാം ദോഷങ്ങളോ കുറ്റങ്ങളോ അപവാദങ്ങളോ അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ടതെല്ലാം നേടിയെടുത്തു, എൻ്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞു, അങ്ങനത്തെ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ആരെങ്കിലും മനുഷ്യരോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നാൽക്കാലികളായിട്ടോ, അതാണ് പറയുന്നത്, ഏതെങ്കിലും ഹ്യൂമൻസ് ഓർ ദി സിറ്റുവേഷൻ ഓർ എനി ക്രീച്ചേഴ്സ് ഓൺ ദി എർത്ത്, അങ്ങനെയാണ് അതിനെ പറയുന്നത്. ഇതേതെങ്കിലും മുഖേന ആരെങ്കിലും എനിക്ക് ഏതെല്ലാം തരത്തിലുള്ള വേദനകൾ എനിക്ക് തന്നിട്ടുണ്ടോ അവരോടെല്ലാം ഈശ്വരൻ്റെ നാമത്തിൽ, ഈ പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തിയുടെ നാമത്തിൽ ഞാൻ പരിപൂർണമായിട്ടും എൻ്റെ ഹൃദയത്തിൻ്റെ അങ്ങ് അടിത്തട്ടിൽ നിന്ന് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ ഫൊർഗീവ് ചെയ്തിരിക്കുന്നു, അവരോട് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുക. അങ്ങനെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിന് അത്രയും ഭാരം ഒഴിഞ്ഞു പോകുന്നത് മാത്രമല്ല, അവർ നമ്മളോട് ചെയ്ത ആ കർമ്മത്തിന് നമ്മൾ ഒരു വിധിയും കൂടെയാണ് പ്രസ്താവിച്ചു കൊടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഈശ്വരൻ നോക്കിക്കോളും. പക്ഷേ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്.
നമ്മൾ ഫൊർഗീവ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഫൊർഗീവ് ചെയ്തു, ഹീലായി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും പിന്നെ നമ്മൾ ഓർക്കാതെ നമ്മളുടെ ഈ പ്രസൻറ്റ് ലൈഫിൽ നമ്മളങ്ങോട്ട് ജീവിച്ചു തുടങ്ങുന്ന സമയത്ത് ഈശ്വരൻ നമ്മളെ പരീക്ഷിക്കും. ഈ പറയുന്ന സംഭവങ്ങൾ പിന്നെയും കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരുന്നു. അപ്പോൾ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ട് അവരെ സ്നേഹിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം അവർക്ക് വേണ്ടി കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴും നിങ്ങളെ അവർ ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം മൂല്യമോ നിങ്ങളുടെ ആ ഒരു വർത്തോ വാല്യൂ ഒന്നും അവർ തന്നില്ല. അവസാനം അവർ ഒന്നും പറയാതെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയി. അങ്ങനെ നമ്മൾ ആ ഒരു ഷോക്കിൽ നിന്ന് ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരുന്ന് അവസാനം ഈശ്വരനോട് പറഞ്ഞ് നമ്മൾ ഫൊർഗീവ് ചെയ്തു, അവർക്ക് ക്ഷമ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ പുതിയ ജീവിതത്തിലേക്ക് നടന്ന് ആ ഒരു ജീവിതം നയിച്ചു വരുമ്പോൾ ഈ പറയുന്ന വ്യക്തി തന്നെ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് ക്ഷമയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ എന്തെല്ലാം വീക്ക്നെസ് ഉണ്ടോ അത് അവർ പവർഫുൾ ആക്കിക്കൊണ്ട് അത് അവരുടെ ശക്തിയായിട്ട് എടുത്തുകൊണ്ട് ആ രീതിയിലെല്ലാം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ആ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് ഈശ്വരനായിട്ട് കൊണ്ടുവരുന്ന ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്നൊക്കെ പറയും. അങ്ങനെ വരുമ്പോൾ ഭഗവാൻ നിങ്ങളെ നോക്കും. നിങ്ങൾ കരകയറി ഫൊർഗീവ് ചെയ്തു, എൻ്റെ പുതിയ ആ ഒരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നീങ്ങുന്നോ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി, എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പൊന്നും വേണ്ട, എനിക്ക് എൻ്റെ കാര്യം നോക്കിക്കൊണ്ട് നിൽക്കാനും ജീവിക്കാനും ഒക്കെ എല്ലാ ശക്തിയും ഈശ്വരൻ തരുന്നുണ്ട്, അത് മതിയെന്ന് പറഞ്ഞ് അവരോട് ബൈ ബൈ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോകുമോ, അതോ പിന്നെയും അവരോട് സിമ്പതി തോന്നിക്കൊണ്ട് ഇങ്ങനൊരു പ്രശ്നം പറ്റി സാരമില്ല, ഇത്രയും നാൾ സ്നേഹിച്ചതല്ലേ, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന വ്യക്തിയല്ലേ, എന്തെങ്കിലും പ്രശ്നം കാണുമെന്ന് കരുതി പിന്നെയും ആ സൈക്കിൾ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ വഴിക്ക് അവരുടെ കൂടെ ആ റിലേഷൻഷിപ്പിലേക്ക് പോകുമോ എന്ന രീതിയിൽ ഞാനൊരു എക്സാമ്പിളാണ് റിലേഷൻഷിപ്പ് വന്നത്. അതുപോലെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈശ്വരൻ നിങ്ങളെ പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ നിങ്ങൾ ഈശ്വരനെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അതൊന്നും നമുക്ക് വേണ്ട, അതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മായാവലയങ്ങളാണെന്ന് കരുതി ഈശ്വരൻ്റെ പാതയിലേക്ക് ആ ഒരു നേരായ രീതിയിൽ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ നമ്മളുടെ പാസ്റ്റിലുള്ള എല്ലാ വേദനകളും പതുക്കെ ഹീല് ചെയ്ത് നമ്മളുടെ പ്രസൻറ്റ് ലൈഫിൽ വളരെ സ്മാർട്ടായിട്ടും വളരെ പോസിറ്റീവായിട്ടും വളരെ പവർഫുള്ളായിട്ടും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ക്ഷമിച്ചാൽ മാത്രം പോരാ, ആ കടന്നുപോയ കാര്യങ്ങളൊന്നും മറക്കാനും പാടില്ല. ഫൊർഗീവ് ബട്ട് നോട്ട് ഫൊർഗറ്റ് എന്നാണ് പറയുന്നത്. ആരെല്ലാം നിങ്ങളെ വേദനിപ്പിച്ചോ, എന്തെല്ലാം സംഭവങ്ങൾ, സന്ദർഭങ്ങൾ, സാഹചര്യങ്ങളെല്ലാം നിങ്ങളെ കുഴിയിലേക്ക് തള്ളിയിടാൻ നോക്കിയോ, അത് പിന്നെയും നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അവരെ എല്ലാം അങ്ങ് മറന്നേക്കുക. അവരോടെല്ലാം ബൈ ബൈ പറഞ്ഞ് ഈശ്വരനെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നിലേക്ക് നടക്കുമ്പോൾ ഈശ്വരൻ്റെ ശക്തിയും നിങ്ങളുടെ മൂല്യവും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു വേൾഡാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മനസ്സിൻ്റെ അത്രയും ഭാഗത്തെ ഭാരം അങ്ങ് ഒഴിഞ്ഞു പോകുമ്പോൾ ആ ഹാർട്ട് സെൻറ്റർ എന്ന് പറയുന്നത് വളരെ പീസ്ഫുള്ളാവും. നിങ്ങളുടെ വലത് കൈയെടുത്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ അവിടെ നിന്നൊരു മന്ത്രം പോലെ വരും, ഐ എം സോ ഹാപ്പി. അതുപോലെ നിങ്ങളുടെ ഹൃദയം ഒരു അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ പറക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാൻ, ഇഷ്ടപ്പെട്ട ഒരു ആഹാരം കഴിക്കാൻ, പുറത്ത് നേച്ചറുമായിട്ടൊന്ന് കണക്റ്റഡ് ആവാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് എങ്ങനെ ഉയരാം എന്ന് മാത്രമേ അവിടെ നിങ്ങൾ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. അതിനുശേഷം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഈശ്വരൻ്റെ ഒരു ചൈതന്യമായിട്ടുള്ളൊരു ലൈറ്റ്, അല്ലെങ്കിൽ നമ്മളുടെ കാതിലിങ്ങനെ മണി മുഴങ്ങുന്ന ശബ്ദം, അല്ലെങ്കിൽ ഓംകാരത്തിൻ്റെ ശബ്ദം, അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കേട്ടുകൊണ്ട് നമുക്ക് ആ മെഡിറ്റേഷനിൽ ഫുൾ കോൺസെൻട്രേഷനിലൂടെ വളരെ കൂളായി വളരെ കംഫർട്ടബിളായി നമ്മൾ ശ്വസിക്കുന്നത് പോലും നമ്മൾ അറിയാത്ത രീതിയിൽ ആ മെഡിറ്റേഷനിലേക്ക് നമുക്ക് ഡീപ്പായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് ചെയ്യാനായിട്ട് സാധിക്കും. അതോടെ നിങ്ങളുടെ ലൈഫും വളരെ ഒരു ബട്ടർഫ്ലൈ ആ ഒരു പാറിപ്പറക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം ഒരു പുതിയ നാമ്പുകൾ എടുത്തുകൊണ്ട് വിജയത്തിലേക്ക് നടന്നു നീങ്ങാനും സാധിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക.
എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ മുന്നോട്ട് നയിക്കുക. എല്ലാവർക്കും നമസ്കാരം.